ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മളെ മുത്തായത്തിൻ്റെ കറിയാണിത്. നല്ലോണം വെന്ത് റെഡിയായി. നല്ല അടിപൊളി മണം, ചൂര്, ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മളിതിലേക്ക് ലേശം കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മൂടി വെക്കാം. പിന്നെ അതട്ടോ നമ്മളെ പത്തിരിയാണിത്. മലപ്പുറം പത്തിരി കേട്ടോ, മലപ്പുറം പത്തിരി. ഇതാണ് മലപ്പുറം പത്തിരി. ഇങ്ങനെ ആക്കിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. ഇതാ അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക, പൊട്ടിട്ട് വെച്ച മാതിരി. ഇപ്പം അതങ്ങനെ കിടന്ന് വേവട്ടോ. ഇതാ ഇത് വെന്ത് അത്ര ചുട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടാ മറിച്ചിട്ടിക്കണ് ഓട്ടോട്ടോട്ട പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയാണ്. ഇതാ ഞാൻ വീണ്ടും വയ്ക്കാൻ പോകുന്നു. കാരെടുത്തിക്കണുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് നേരിയ പത്തിരായിട്ട് വരും. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എണ്ണ പുരട്ടി ഇതാ ഇനിയും ഒഴിക്കാൻ പോകുന്നു. പൊട്ടിത്തെറിച്ച പത്തിരി. വേഗട്ടെ. ഞാൻ എന്താ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനെക്കൊണ്ട് ഞാൻ ഇതിലെന്താ ചെയ്ത് വെച്ചാൽ, നല്ല അരിയാണ് കേട്ടോ, കുഞ്ഞ അരിയാണ്, കണ്ടില്ലേ, കുഞ്ഞ അരിയാണ്. അത് വാങ്ങിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത്, കറുവപ്പട്ട, ഏലക്കായി, വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്ത്, ഉപ്പ് ഇട്ട് കൊടുത്ത്, നമുക്ക് ഇതിലേക്ക് ഇതാ നല്ല ഇതൊക്കെ ഒന്ന് കേട്ടോ. ഇതാ നല്ല അരിയാണ്. അത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരു പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ബാട്ടൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ബാട്ടി വെച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ്. അങ്ങനെ പച്ചയിൽ വെച്ചാൽ വെള്ളം ഞാൻ ഫുള്ളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ അരപ്പാട്ട അരിയാണ് എടുത്തത്, ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ട്. ഇത് 1 കിലോൻ്റെ പാത്രം കേട്ടോ, 1 കിലോൻ്റെ പാട്ടാണ്. ഇതിൽ ഞാൻ അരപ്പാട്ട 1 കിലോ എടുത്തിക്കുന്നത്. ഇനി ഇതിനൊരു പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കട്ടെ. അങ്ങനെ നമ്മളെ നെയ്ച്ചോറും കോഴിക്കറിയും റെഡിയായി. ഇറച്ചിയൊക്കെ പൊരിച്ച്. വേറെന്താ വിശേഷം? സുഖമാണോ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു നിങ്ങൾക്ക് സഫലമാക്കി തരട്ടെ. മാറാരോഗങ്ങളെ തൊട്ടല്ലാഹു കാക്കട്ടെ. നല്ല രോഗം അല്ലാഹു ശിഫാക്കി തരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ കുഞ്ഞുങ്ങളായി കിട്ടട്ടെ. വീടില്ലാത്തവർക്ക് വീടായി കിട്ടട്ടെ. കടമുള്ളവരുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ തരട്ടെ. ആമീൻ ആമീൻ. പിന്നെ കുറേ ആൾക്കാർക്ക് കച്ചവടത്തിൽ ബർക്കത്തില്ല. ആരുടെ കച്ചവടത്തിലൊക്കെ അല്ലാഹു ബർക്കത്തിൽ കൊടുക്കട്ടെ. തമ്പുരാനേ ആമീൻ. കേട്ടോ, നമ്മളെ നെയ്ച്ചോറ്, ഇറച്ചിക്കറി, കോഴി പൊരിച്ചത് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ അധികം തിന്നാറില്ല. നമ്മളെ യാനുമോനിതാ ചോറ് തിന്നുന്നതാ. ഞാൻ വാപ്പപ്പ വരും. രസമുണ്ടടാ, എടുത്ത കാര്യം മാറി അടിപൊളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.